ഇസ്രായേൽ പാലസ്തീനിയൻ കോൺഫ്ലിക്റ്റിൽ നടന്നിട്ടുള്ള ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള വാർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒക്ടോബർ 7-ന് 1 ഇയർ ആവുകയാണ്. ഗാസ സ്ട്രിപ്പിൽ നടന്ന ഈ വാറിൽ ഒത്തിരി ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. അതേ തുടർന്ന് ഇപ്പോൾ ഈ ഭീകരത പടർന്നുകൊണ്ടിരിക്കുകയാണ്. 2002 യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞൊരു മലയാളം ഫിലിം റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്തൊരു സീനുണ്ട്. അതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ജയറാം അവിടെ വാച്ചറായിട്ട് അഭിനയിക്കുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ക്യാരക്ടറോട് ചോദിക്കുന്നുണ്ട്, അവരുടെ ഫ്ലാറ്റിലെ അപ്പാർട്ട്മെൻറ്റിലെ ലിഫ്റ്റ് എപ്പോഴും ഡാമേജാണ്. അപ്പോൾ ചോദിക്കും ഇത് എപ്പോഴാണോ ശരിയാവാന്ന്. അപ്പോൾ പറയും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എന്ന് അവസാനിക്കുന്നോ അന്ന് ഈ ലിഫ്റ്റ് ശരിയാവുന്നു. അന്ന് ശ്രീനിവാസൻ എഴുതിയത് എന്താലോചിച്ചിട്ടാണെന്നറിയില്ല. അൺഫോർച്ചുനേറ്റ്ലി അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് ഈ വിഷയമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് ആ മൂവി കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു വേഗ് മെമ്മറി ഉണ്ട്. എൻ്റെ പപ്പയോട് ചോദിച്ചത് എന്താ പപ്പ ഇഷ്യൂ എന്ന്. അപ്പം ഹീ യൂസ് ടു റീഡ് ന്യൂസ് പേപ്പേഴ്സ്, ലൈക്ക് ഒരു ദിവസം 5 ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ഒരു ക്രേസി മനുഷ്യരാണ്. സോ എനിക്ക് ഓർമ്മയുണ്ട് ആ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പം പറഞ്ഞു തന്നത്, ഒരു സ്ഥലത്തിന് വേണ്ടി 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഫൈറ്റ് ചെയ്യണം, അത് അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. അതാണ് ഈ പ്രശ്നം എന്നാണ് അന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിളായി പറഞ്ഞത്. അപ്പം അത് തന്നെയാണ് ശരിക്കുള്ള കാര്യം. ഒരു പെർട്ടിക്കുലർ ലാൻഡിന് വേണ്ടി 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഫൈറ്റ് ചെയ്യണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒത്തിരി ഇന്നസെൻറ്റ് പീപ്പിളാണ് ഇവിടെ സഫർ ചെയ്യുന്നത്. അതിനുശേഷം വർഷങ്ങൾ പിന്നെയും പോയി ഹമാസ് എന്നുള്ള വാക്ക് കേൾക്കുന്നു, ബോംബിങ് കാണുന്നു, കുറേ ആൾക്കാരുടെ ജീവൻ പൊലിയുന്നു, ചിലർ ചത്തത്തിലൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥയിലാവുന്നു. അപ്പം ഇതൊക്കെ കണ്ടപ്പം ഇപ്പം ആണെങ്കിൽ ഇത് രൂക്ഷമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിതിൻ്റെ ബാക്ക് സ്റ്റോറി അറിയില്ല. പെട്ടെന്നാണ് എനിക്ക് ഈ മെമ്മറി വന്നത്, ഞാൻ പപ്പയോട് പണ്ട് ഇത് ചോദിച്ച കാര്യം. അപ്പോൾ ഞാൻ ഓർത്തു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. എന്നെപ്പോലെ ഇഗ്നറൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് ഇതൊന്ന് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചു. സോ ലെറ്റ് us see the history. ആക്ച്വലി ഈ പ്രശ്നങ്ങൾക്ക് ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ടു ഗെറ്റ് എ സൊല്യൂഷൻ വി ഷുഡ് ലുക്ക് ഫോർവേഡ് ടു ദ ഫ്യൂച്ചർ. പക്ഷേ ഹിസ്റ്ററിയിൽ നിന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ തോട്ട് ഐ ഷെയർ ഇറ്റ് വിത്ത് യു ഓൾസോ. 3000 years ago, there was Abraham. Abraham had 2 sons, Isaac and Ishmael. Isaac is the ancestor of Jews and Ishmael is the ancestor of Arabs. അങ്ങനെയാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഈ ഐസക്കിൻ്റെ മോനാണ് ജേക്കബ്. ജേക്കബിൻ്റെ വേറൊരു പേരാണ് ഇസ്രായേൽ. അങ്ങനെ ഒരു പേരുണ്ട്. ഓക്കെ, ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അപ്പം ഇങ്ങനെയാണ് ഡിവിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. 2 മക്കളിൽ തുടങ്ങിയ ഡിവിഷനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇനി ഇസ്രായേലും പാലസ്തീനും ഒക്കെ എങ്ങനെ വന്നു എന്നാണ്. അപ്പോൾ ഹിസ്റ്റോറിയൻസ് പറയുന്നത് 13 BC ഫറവോ മെർനെപ്ത recorded that his forces had defeated an entity called Israel. കാനാനിലെ ഒരു സെൻട്രൽ ഹൈലൻഡിലുള്ള ആൾക്കാരെ അവർ തോൽപ്പിച്ചു എന്നാണ് ആദ്യമായിട്ട് ഈ ഇസ്രായേൽ എന്നുള്ള പേര് ഹിസ്റ്ററിയിൽ കാണുന്നത്. ആഫ്റ്റർ എ ഫ്യൂ സെഞ്ച്വറീസ് വാട്ട് ഹാപ്പൻ, there emerged 2 kingdoms, ഇസ്രായേൽ ആൻഡ് ജൂദയ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കിങ്ഡമാണ്. ജൂദയ എന്ന് പറഞ്ഞാൽ ഒരു വീക്കർ ആയിട്ടുള്ളൊരു കിങ്ഡമാണ്. അത് സൗത്തിൽ. ഇസ്രായേൽ വാസ് ഓൺ ദ നോർത്ത്, ജൂദയ കിങ്ഡം വാസ് ഇൻ ദ സൗത്ത്. അങ്ങനെയായിരുന്നു. അതിനുശേഷം അത് ഹാപ്പിലി അവർ കുറച്ച് നാൾ മുന്നോട്ട് പോയി. അപ്പോഴത്തേക്കും ആര് വന്നു? നിയോ അസീറിയൻസ് വന്നു. നിയോ അസീറിയൻ എംപയർ വന്നിട്ട് ഈ ഇസ്രായേലിനെ ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇസ്രായേൽ സീസ് ടു ബി എ ജോഗ്രഫിക്കൽ എൻറ്റിറ്റി ഇൻ ദ ഏൻഷ്യൻ മിഡിൽ ഈസ്റ്റ്. പിന്നെ 6 BC നിയോ ബാബിലോണിയൻസ് അവർ വന്നു, അറ്റാക്ക് ചെയ്തു. നിയോ ബാബിലോൺസ് വന്ന് കോൺകർ ചെയ്തത് ജൂദയ ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ ജെറുസലേമിനെയാണ്. അപ്പോൾ അവിടെയും ജ്യൂസിനെ കുറേ സ്ലേവ് ആക്കുകയും വളരെയധികം കഷ്ടപ്പാടിലൂടെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ ഇവർ. വെരി പെയിൻഫുൾ ലൈഫ് ദേ ഹാഡ്. സ്ട്രഗിൾസ് ആയിരുന്നു അവർക്ക്. സർവൈവ് ചെയ്യാന്നുള്ളത് തന്നെ ഒരു സ്ട്രഗിൾ ആയിരുന്നു. ഓരോ പ്രോബ്ലം വരുമ്പോഴും ജ്യൂസ് ചെതറി പോവുകയാണ്. വെൻ ദ സൈറസ് ദ ഗ്രേറ്റ് കെയിം ആൻഡ് ഹി ഗേവ് പെർമിഷൻ ടു ദ ജ്യൂസ് ടു എൻറ്റർ പാലസ്തീൻ. അപ്പോഴത്തേക്കും ദ പ്ലേസ് ഹിസ് നെയ്മഡ് Palestine, the geographical center of Jewish existence.
അപ്പോൾ ഇപ്പം ജ്യൂസ് തിരിച്ചെത്തി. ഓക്കെ, പക്ഷെ അപ്പോഴത്തേക്കും സ്ഥലത്തിൻ്റെ പേര് പാലസ്തീനായി. റോമൻ എംപററായ ഹെഡ്രിയൻ വന്നിട്ട് തുടക്കത്തിൽ ജ്യൂസിന് സപ്പോർട്ടീവായിട്ടായിരുന്നു നിന്നത്. അവർക്ക് ടെമ്പിള് ബിൽഡ് ചെയ്യാനുള്ള പെർമിഷൻ ഒക്കെ കൊടുത്തു. പക്ഷെ പെട്ടെന്ന് തന്നെ പുള്ളിയുടെ സ്വഭാവം മാറി. ഹി ജസ്റ്റ് എക്സ്പെൽ ദ ജ്യൂസ് ഫ്രം ദ ജെറുസലേം ആൻഡ് ഹി മേഡ് ജെറുസലേം a part of a larger entity called Syria Palestina. As part of the Islamic conquest in the Middle East, 7th centuryയിൽ അറബ്സ് വരാൻ തുടങ്ങി ഈ ലാൻഡിലേക്ക്. എന്നിട്ട് സിഗ്നിഫിക്കൻറ്റ് പോപ്പുലേഷൻ ആയിട്ട് അവർ കൂടി വന്നു. അപ്പം നമ്മൾ സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ അറബ്സിനും ഒരു മിലേനിയം മുമ്പ് തന്നെ അവിടെ ജ്യൂസ് ഉണ്ടായിരുന്നു ഈ പെർട്ടിക്കുലർ ലാൻഡിൽ. പക്ഷേ അറബ്സ് താമസിക്കാൻ തുടങ്ങിയിട്ടും മോർ ദാൻ എ മിലേനിയമായി. സോ ഇറ്റ് ഈസ് ലൈക്ക് ദേ ബോത്ത് ഹാവ് ഈക്വൽ റൈറ്റ് ഓൺ ദിസ് ലാൻഡ്. അപ്പോൾ അവർ ഈ പറയുന്നതിൽ കാര്യം അവരവരുടെ ശരികളാണ്, അത് ശരി തന്നെയാണ് താനും. സോ ഇതാണ് ഏൻഷ്യൻ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ ആൻഡ് പാലസ്തീൻ. ഇനി മോഡേൺ ഇസ്രായേൽ ആൻഡ് പാലസ്തീൻ്റെ ഹിസ്റ്ററി ഉണ്ട്, അത് നെക്സ്റ്റ് പാർട്ടിലാവാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എനിക്കുള്ള സജഷൻസും ഒക്കെ കമൻസിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ഈ ഇൻഫർമേഷൻ ന്യൂ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ യു സൂൺ.